അപ്പോൾ ഇന്ന് നമുക്കിതേ രാവിലെ ഇടിയപ്പവും കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇരിപ്പുണ്ട്. ഞാനപ്പോൾ രാവിലെ ഇത് ഉണ്ടാക്കാൻ നിന്നില്ല, അച്ചിക്കുട്ടനെ സ്കൂളിൽ വിടണതുകൊണ്ട്. അപ്പോൾ ഞാൻ വൈകിട്ടത്തേക്ക് എന്തായാലും ഒരു സ്നാക്സ് സ്കൂളും കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ട ഉണ്ടാക്കാമെന്ന്, ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള മറ്റേ കൊഴുക്കട്ടയില്ലേ അത്. അപ്പോൾ ഞാൻ കുറച്ച് പൊടിയും കൂടി നനയ്ക്കാനുണ്ട്. കുറച്ച് പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നനയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നല്ലോണം തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്കിതാ മിക്സ് ചെയ്തെടുക്കാം, നല്ലോണം കുഴച്ചെടുക്കാം. നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതാ നല്ലതുപോലെ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളെ അടുത്ത് ഉണ്ടായ മാവിൻ്റെ ബാലൻസ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത്ര ആയിട്ടുള്ളൂ. പക്ഷെ രാവിലെ വെച്ചത് കൊണ്ടാണോ എന്നറിയത്തില്ല, ചൂടൊക്കെ നല്ലോണം അറിയിരിക്കുവാണല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോണ്ട്. എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇനി ഇത് ഇത്രയും കറക്റ്റ് ഷേപ്പൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ കുഴപ്പം. എന്തെങ്കിലും ചെയ്യാൻ കയറി അവൾക്ക് കയറി മേളിൽ നിൽക്കണം അല്ലേ കല്ലുമോളെ? കല്ലൂസേ കണ്ടോ ഇരിക്കുന്ന എവിടെയെന്ന് നോക്കി. തൊട്ടടുത്ത് ഞാൻ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ബാക്കി നമ്മുടെ വെള്ളം കൂടി കുഴച്ച് റെഡിയാക്കി എടുക്കുക. ഇതെന്തായി കാണിക്കുന്നേ? കല്ലുക്കുട്ടി, കല്ലുമോളെ താമയ്ക്കുതാ. ഇതാർക്കുള്ള പാപ്പ? കുറച്ച് ഷേപ്പായിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയിപ്പോ. പിന്നെ കല്ലുമുളകും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കളയരുത്, കളയല്ലേ. എങ്ങനെയൊക്കെയോ ഇത്രയും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് വേറെ ഷേപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇനി പെട്ടെന്ന് ബാലൻസ് അതും കൂടി പെട്ടെന്ന് ഉണ്ടാക്കട്ടെ. ഇത്രേ ഉള്ളൂ കേട്ടോ, ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്കെല്ലാം എടുത്ത് വയ്ക്കാം. അപ്പം ഞാൻ തേങ്ങയും ശർക്കരയും കൂടി ചെയ്തത് ഇത്രയും ബാലൻസ് ഉണ്ട് കേട്ടോ. ഈ തേങ്ങയും ശർക്കരയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ കഴിക്കാണ്ട് കല്ലു അപ്പം അത് കണ്ട് നോക്കിയിരിക്കുക. കല്ലു കഴിക്കുന്നൊന്നുമില്ല. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കപ്പം ഇനി പെറുക്കി വയ്ക്കാം. പല ഷേപ്പിലേക്ക് അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തായാലും അതവിടെ ഇരുന്ന് വേകട്ടെ. അപ്പം നമ്മുടെ കൊഴുക്കട്ട റെഡി. അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കല്ലുമോക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. ശരിക്കും ശർക്കരയൊക്കെ ഉരുക്കിയും ശർക്കരയൊക്കെ ഉരുക്കി അതിലോട്ട് തേങ്ങയ്ക്ക് ഇട്ടാണല്ലോ എടുക്കുന്നത്. ഞാനിതിപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. പെട്ടെന്നൊരു തട്ടിക്കുട്ടി അത് ആ സെറ്റപ്പിലാണ് നമ്മൾ ശർക്കരയൊക്കെ എടുത്തത്. പക്ഷെ സംഭവം നല്ല സൂപ്പറാട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സമയം 3:30 ആകുന്നു. ഇനിയിപ്പോൾ അമ്പക്കുട്ടനെ വിളിക്കാൻ പോവാം.